ഞാൻ ആക്ച്വലി പ്ലാന്റ് ബ്രീഡിങ്ങിന്റെയും അതുപോലെ തന്നെ സീഡിന്റെയും മോസ്റ്റ് പോർഷൻസ് ആണ് എടുത്തിരുന്നത് നമ്മുടെ ഫാർമസിസ്റ്റിന്റെ ക്ലാസ്സിൽ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സീഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് സീഡ് ലെജിസ്ലേഷൻ അവർ എസ്പെഷ്യലി എടുത്ത സിലബസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം സീഡ് ആക്ടിന്റെ എല്ലാ സെക്ഷൻസും അതുപോലെ തന്നെ സീഡ് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടീസ്, പവേഴ്സ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ അതും പ്രീവിയസ് ഇയർ ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് സീഡ് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടി, പവർ, അതുപോലെ തന്നെ സീഡ് ആക്ടിലെ എല്ലാ സെക്ഷൻസും ഓർത്തിരിക്കുക. പിന്നെ സീഡ് ആക്ട് എപ്പോഴാണ് ഇനാക്ട് ചെയ്തത്, സീഡ് കൺട്രോൾ ഓർഡർ, അതുപോലെ തന്നെ സീഡ് ബില്ലിംഗ് ഇതെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീഡ് കൺട്രോൾ ഓർഡറിലും നമ്മൾ ധാരാളം ലൈസൻസിന്റെ കാര്യം എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ലൈസൻസ്, അതിന്റെ ആപ്ലിക്കേഷൻ ഫോംസ് ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്, അതുപോലെ തന്നെ സീഡ് ഇൻസ്പെക്ടറിന്റെ അതിലും സീഡ് ഇൻസ്പെക്ടറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെനാൽറ്റീസ് എന്തോരം രൂപയാണ് പെനാൽറ്റീസ് കൊടുക്കുക, അതിന്റെ സീഡ് ബില്ല് വന്നപ്പോൾ സീഡ് ബില്ല് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്, സീഡ് ബില്ലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ രജിസ്ട്രേഷൻ പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീഡ് പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ സീഡ് സർട്ടിഫിക്കേഷന്റെ എടുത്തെത്തുമ്പോൾ നമ്മൾ ഐസൊലേഷൻ ഡിസ്റ്റൻസ്, ഓരോ ക്രോപ്പിന്റെയും ഐസൊലേഷൻ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ അതിന്റെ ഫീൽഡ് ഇൻസ്പെക്ഷൻസിന് എത്ര നമ്പർ ഓഫ് ഫീൽഡ് ഇൻസ്പെക്ഷൻസ് ഫോർ ഈച്ച് ക്രോപ്പ്, അതുപോലെ തന്നെ ഫീൽഡ് ഇൻസ്പെക്ഷൻ ഏത് സ്റ്റേജിലാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് സീഡ് പ്രൊഡക്ഷന്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്യൂരിറ്റി പെർസെന്റേജ്, ജെർമിനേഷൻ പെർസെന്റേജ് ക്രോപ്സിന്റെ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, IPR, പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കൂടുതൽ പഠിച്ചത്. IPR ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് ഓരോ IPRന്റെയും മാക്സിമം പ്രൊട്ടക്ഷന്റെ വാലിഡിറ്റി. അതിനകത്ത് പേറ്റന്റിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ പേറ്റന്റിന്റെ മാക്സിമം പ്രൊട്ടക്ഷൻ 20 years ആണ്. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് എല്ലാ IPRന്റെയും പ്രൊട്ടക്ഷൻ എത്രമാത്രം വാലിഡിറ്റി ആണ് എഴുതുന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ എല്ലാ IPRനെയും പറ്റി പഠിക്കുക. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാം നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ജേർപ്ലാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് സീഡ് സ്റ്റോർ ചെയ്യുന്ന 3 വിധം, ഓർത്തഡോക്സ് സീഡ്സ്, റീകാൽസിറ്റന്റ് സീഡ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പ്, അതിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ സീഡ് സ്റ്റോറേജിന്റെ എത്രമാത്രം, ഇപ്പം ആക്റ്റീവ് ബേസ് കളക്ഷൻ അതുപോലെ വർക്കിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞ 3 രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. സോ ഇതെല്ലാം ആക്കിയാണ് ജേർപ്ലാസത്തിന് ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക. അപ്പോ ഇങ്ങനത്തെ മേജർ പോർഷൻസ് ഒക്കെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.